കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 63-ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി ആർദ്രവും പ്രസന്നവുമായ പരസ്നേഹം കൊണ്ട് ഒരുക്കപ്പെട്ട ആത്മീയ വിരുന്നല്ലാതെ സഹോദരിമാർക്ക് നൽകുവാൻ ഒരു കർമ്മലേത്ത സന്യാസിക്ക് മറ്റെന്താണുള്ളത്? ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുത്രേസ്യ പുണ്യവതി, വലിയൊരു ചോദ്യം തന്നെയാണ് നീ ഞങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുക. ആർദ്രതയും പ്രസന്നതയും നിറഞ്ഞ പരസ്നേഹം കൊണ്ട് ഒരു വിരുന്നൊരുക്കാമെന്ന് മാത്രമേ ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്കായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നീ നിൻ്റെ സമൂഹത്തിൽ നിന്നാണ് പറയുന്നതെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും ചുറ്റുപാടുകളെല്ലാം ഇത് വളരെ പ്രസക്തമാണ്. ആർദ്രഭാവത്തോടും പ്രസന്നതയോടും കൂടി പരസ്നേഹത്തിൻ്റെ വിരുന്ന് ആവോളം മറ്റുള്ളവർക്കായിട്ട് ഒരുക്കുവാനായിട്ട് പുണ്യവതി നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം ഒന്ന് ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ല ദൈവത്തെ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം.